നമസ്കാരം. ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. മതങ്ങൾ വികാരം മാത്രമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത്, മതങ്ങൾ സംസ്കാരത്തെ ഭരിക്കുന്ന ഇക്കാലത്ത് ഒരു മതം കൂടി വെളിപ്പെടുകയാണ്. ഡിങ്ക ഭഗവാനെ ആരാധിക്കുന്ന ഡിങ്കോയിസം. ഡിങ്കോയിസത്തിന്റെ താത്വിക ആത്മീയ ആചാര്യന്മാരിൽ ഒരാളായ സമൂസ ത്രികോണാധ്യായ ഡിങ്കോയിസത്തിന്റെ പെട്ടെന്നുള്ള ഉൽപ്പത്തി അല്ലെങ്കിൽ പെട്ടെന്നുള്ള കടന്നുവരവ് ഒരു പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നൊരു സംശയം കേൾക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട്? നിലവിലുള്ള എല്ലാ മതങ്ങളും അവരുടെ മതവികാരങ്ങൾ പല കലാപ്രകടനങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ തടസ്സപ്പെടുന്നു അല്ലെങ്കിൽ വ്രണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആ കലാപ്രകടനങ്ങൾക്കെതിരെയെല്ലാം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താറുണ്ട് ലോകമെമ്പാടും. അങ്ങനെ ഒരുപാട് നോവലുകളും ചിത്രങ്ങളും, ഇപ്പം എം എഫ് ഹുസൈൻ്റെ ചിത്രം, അതുപോലെ പല നോവലുകൾ, വിശ്വപ്രസിദ്ധമായ നോവലുകൾ, ഡോക്യുമെൻ്ററികൾ, നാടകങ്ങൾ, ഇവയെല്ലാം പല സ്ഥലത്തും നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നു. മാത്രവുമല്ല, ഞങ്ങളുടെ മതവികാരം നടപ്പെട്ടു എന്ന് പറഞ്ഞ് ചില നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ആളുകളെ കൊല്ലുകയും കൈവെട്ടുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത നടക്കുന്നതിനിടയിൽ ഞങ്ങൾ കുറച്ച് വിശുദ്ധ ഡിങ്കൻ ബ്രാക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായികളായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് അനാവശ്യമായി ഒരു വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു കലാപ്രകടനം വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിക്കാൻ വളരെ സമാധാനപരമായിട്ട്, ഒരു കല്ല് പോലും എറിയാതെ, ഒരു ട്രാഫിക് ബ്ലോക്ക് പോലും ഉണ്ടാക്കാതെ വളരെ സമാധാനപരമായിട്ടൊരു യാത്ര നടത്തുകയും, അതിൽ ഞങ്ങൾ വിശുദ്ധ ഡിങ്കൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് നടത്തി ജാഥ നടത്തുന്നവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ആ ഒരു ജാഥ നടത്തിയത്. എന്നിട്ട് പോലും അതൊരു സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ട് ഞങ്ങൾ ചെയ്തതാണെന്നും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രശസ്തി നേടിക്കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയോ ഞങ്ങളുടെ ഉള്ളിലെ ആളുകൾ മുഴുവൻ എന്തോ അങ്ങനെ ആർക്കെങ്കിലും വിലക്കെടുക്കാനാവുന്ന ഒരു ഭക്തനാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ വെച്ച് പുലർത്തുന്ന പലരും, അങ്ങനെയുള്ള പല ആശയങ്ങളൊക്കെ പലരും പറയുന്നുണ്ടായി. പക്ഷേ എന്തു പറയാൻ, അവർക്ക് കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ ഡിങ്ക ഭഗവാൻ, ഞങ്ങളുടെ ഭഗവാന്റെ പേര് അനാവശ്യമായി വലിച്ചഴച്ചു എന്നുള്ളതിൽ ഒരു അതൃപ്തിയാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അത് ഒരു തുടക്കമാണ്. അതായത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അതൃപ്തി രേഖപ്പെടുത്തേണ്ടി വന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തു വന്നത്. ഇതുവരെ ഒരുപാട് കാലമായിട്ട് ഞങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞങ്ങൾക്കത് വെളിപ്പെടേണ്ടി വന്നത്. സ്വയം വെളിപ്പെടേണ്ടി വന്ന ഒരു ജനതയാണ് ഡിങ്കോയിസ്റ്റുകൾ.